ഈ അവഗണിക്കുന്നവരുണ്ടല്ലോ കൂടുതൽ ഭംഗിയായി അങ്ങ് അവഗണിച്ച് തരിക. എങ്കിൽ ജീവിതം കുറച്ചുകൂടി ഈസി ആകും. ആരോടും തർക്കിക്കാൻ നിൽക്കരുത്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാത്തവരുടെ മുൻപിൽ മൗനമാണ് ഏറ്റവും നല്ലത്. ക്ഷമിക്കുന്നവരാകണം, മനസ്സിലാക്കുന്നവരാകണം, എന്നാൽ നമ്മൾ വിഡ്ഢികളാകരുത്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരുപാട് അവൈലബിൾ ആകാതിരിക്കുകയാണെങ്കിൽ അല്പം അകലെ എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകില്ല കേട്ടോ. അതേപോലെ കൂടുതൽ സഹായം ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൈകളെയാണ് സ്നേഹിക്കുക, നമ്മുടെ ഹൃദയത്തെ അല്ല. ചിലർക്ക് കൊടുക്കും തോറും അത് പിന്നീട് അവരുടെ അവകാശമാക്കി മാറ്റാറുണ്ട്. പിന്നെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കൈനീട്ടാൻ തുടങ്ങും. കാരണം കിട്ടുമെന്നറിയാം. അതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഭൂലോക ഉടായിപ്പായി, കൊള്ളരുതാത്തവനായി, അറുത്ത കൈ ഉപ്പ് തേക്കാത്തവനൊക്കെ ആയി. നമ്മുടെ മുന്നിൽ കൊട്ടിയടച്ച വാതിലുകൾ പിന്നീട് ഒരിക്കലും പോയി മുട്ടരുത്. പറ്റുവാണെങ്കിൽ ഒരു പൂട്ടും കൂടി ഇട്ടങ്ങ് പൂട്ടിയേക്കണം. അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ആവശ്യം വരുമ്പോൾ വീണ്ടും വന്ന് തുറക്കും. സ്ഥിരമായിട്ട് ഞാൻ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ആളുണ്ടായിരുന്നു കേട്ടോ. സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത സമയത്ത് സഹായിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ആള് സാമ്പത്തികമായി നല്ല നിലയിലാണ് കേട്ടോ. പക്ഷെ എന്നെ കണ്ടാൽ പഴയ സ്വഭാവം മറക്കില്ല. കൈ ഇങ്ങനെ തന്നെ നീണ്ടുവരും. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടന്, പിന്നെന്തിനാ ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ആള് ദേഷ്യത്തോടെ എന്നെ നോക്കിയിട്ട് പറയാ, നീ വലിയ പ്രസംഗമൊക്കെ നടത്തൂല്ലോ, പറ്റുമെങ്കിൽ ഒരു കുപ്പി മേടിച്ചു തരാൻ. എങ്ങനെയുണ്ട്? ഇങ്ങനെ നമ്മൾ ദയാശീലത്തെ അവകാശമാക്കി മാറ്റുന്നവരുണ്ട് കേട്ടോ. ആളുകൾ നിങ്ങളുടെ നേരെ കല്ലെറിഞ്ഞാൽ അതെടുത്ത് തിരിച്ചെറിയാൻ നിൽക്കരുത്. ആ കല്ലുകളൊക്കെ എടുത്ത് കൂട്ടി വെച്ച് നിങ്ങളുടെ സാമ്രാജ്യം പണിയുക. ജീവിതം പണ്ടത്തെ ഫിലിം ഇടുന്ന ക്യാമറ പോലെയാ. നമ്മൾ നല്ല സമയത്തെ ഫോക്കസ് ചെയ്ത് പടം എടുക്കുക, നെഗറ്റീവുകളിൽ നിന്നും അവയെ ഡെവലപ്പ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും ഷോട്ടുകൾ എടുക്കുക. നല്ല പടം കിട്ടുന്നതുവരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുക. തുറക്കട്ടെ മനസ്സുകൾ.